ഇത് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കുടുംബജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, നമ്മൾ വിവാഹം കഴിയുന്നു, കുടുംബമായി ജീവിക്കാൻ തുടങ്ങും. ഭാര്യയ്ക്കും ഭർത്താവിനോടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ ഒരുപക്ഷെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മറ്റുള്ള ആളുകളോട്, ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടൊക്കെ പറയാം. അവരൊക്കെ പറയും, അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും, അല്ലേ? ചിലപ്പോൾ നമുക്ക് ഭർത്താവിൽ നിന്നുണ്ടാകുന്ന മോശമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നുള്ള മോശമായ അനുഭവങ്ങൾ, ഇതൊക്കെ എന്താണ്, നമ്മളെ ശരിക്കും ഈ ജീവിതമേ വേണ്ട, ഇയാളെ വേണ്ട, അല്ലെങ്കിൽ ഇവളെ എനിക്ക് വേണ്ട എന്നൊക്കെ നമുക്ക് ഒരു നിമിഷം അങ്ങ് തോന്നും. നമ്മൾക്ക് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മളെന്നും ഒരേ പോയിന്റിൽ തന്നെ നിൽക്കുന്ന ആളുകളല്ല. അതായത് നമ്മളുടെ ഏജ് എന്ന ആ ഒരു പോയിൻ്റ് അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അനിയൻ പറയുന്നത്, എന്തിനാണ് ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം നഷ്ടമാകുകയല്ലേ ചെയ്യുന്നത് എന്ന് അവനിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു, അതങ്ങനെ നിലനിന്ന് പോവില്ല. ആ പ്രശ്നം മാറും, പിന്നെ അടുത്തതുണ്ടാകും. നമുക്ക് ഓരോ പ്രായത്തിലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, അതായത് ഓരോ പ്രായത്തിലും അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തിൽ നമ്മൾ ഓരോ പ്രായത്തിലും കൂടുതൽ വരികയാണ്, അല്ലേ? അപ്പോൾ ആ ദിവസം അങ്ങനെ ഓരോ പ്രായത്തിലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും, അല്ലേ? പറയും, പക്വത കൂടിയിട്ടെടുക്കുന്ന തീരുമാനങ്ങളും അതിന് പക്വതയില്ലാതെടുത്ത തീരുമാനമാണെന്ന് പറയും. അത് നമ്മുടെ പ്രായവും നമ്മളുടെ അനുഭവങ്ങളുമാണ് നമ്മളെ കൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീ പറയാണ്, ഇനി എനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അത് അവരുടെ ആ തീരുമാനം എടുക്കുന്ന പ്രായത്തിനനുസരിച്ചുള്ളതായിരിക്കും. അന്ന് അവർ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു 40 വയസ്സുള്ളപ്പോൾ ഒരു സ്ത്രീ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം 50 വയസ്സാകുമ്പോൾ അവരുടെ ആ തീരുമാനം ചിലപ്പോൾ തെറ്റായി പോയിരുന്നു എന്ന് അവർക്ക് തോന്നും. അതുപോലെ തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പുരുഷൻ ഒരു 35 വയസ്സിലോ 40 വയസ്സിലോ തൻ്റെ കുടുംബജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം ശരിയാകും. പക്ഷേ 45-50 വയസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പം തോന്നും, അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. കാരണം അതാണ് കാലം, അതാണ് നമ്മളുടെ പ്രായത്തിനുണ്ടാകുന്ന വ്യത്യാസം. നമുക്ക് നല്ല ആരോഗ്യവും സൗന്ദര്യവും വരുമാനവും എന്തും ചെയ്യാനുള്ള ഒരു കരുത്തും ഉണ്ടാകുന്ന ഒരു പ്രായത്തിൽ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ തെറ്റായി പോവും. ചിലപ്പോൾ അതിൻ്റെ ഒരു ഫലം നമുക്ക് പിന്നീട് മോശമായിട്ടായിരിക്കും വന്നു ചേരുക. ഇതെല്ലാം കഴിഞ്ഞ് ആ തീരുമാനം എടുത്ത് അതിൻ്റെ ഫലം അനുഭവിച്ച് കഴിഞ്ഞിട്ടായിരിക്കാം നമ്മളൊരിക്കൽ ചിന്തിക്കുന്നത്, അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചു പോകും. നമ്മളെ ചുറ്റുപാടുള്ളവരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ മനസ്സിൽ കാണുന്ന ഓരോ അഭിപ്രായങ്ങൾ പറയും. ചിലരെന്തു പറയും, മറ്റുള്ളവരെന്തോ അഭിപ്രായം പറഞ്ഞാലും അതങ്ങെടുത്ത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കും. ചിലർ ഈ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കൂടെ ചേർത്ത് ആലോചിച്ച് കണ്ടെത്തി ഒരു തീരുമാനത്തിലെത്തും, അല്ലേ? നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് പല പല അഭിപ്രായങ്ങൾ പറയും. നമ്മളപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുക? ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നൊരു പ്രശ്നമുണ്ടായി, ഇന്ന് നമ്മൾ ഓർക്കുക ഇങ്ങനൊരു തീരുമാനം എടുക്കാം എന്ന് തീരുമാനിച്ചതിന് ശേഷം അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ തീരുമാനങ്ങളാവും. ചിലപ്പോൾ ഈ ജീവിതമേ വേണ്ട, ഇയാളെ വേണ്ട, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് പോകണം, അങ്ങനെയൊക്കെയുള്ള കുറേ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ഇപ്പോൾ ഒരു ജോലിന് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങും, എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ തീരുമാനം എടുക്കണം. അത് നമുക്ക് കൺഫ്യൂഷനും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. 10 വർഷം കഴിയുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും
ഇപ്പോൾ 40 വയസ്സുള്ളവരാണെങ്കിൽ 50 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ഏത് സ്റ്റേജിലായിരിക്കും? നിങ്ങൾക്ക് ചുറ്റുപാടും ഇന്നിപ്പോൾ ഈ അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാവരും കാണുമോ? നിങ്ങൾക്ക് ചെന്ന് കയറാൻ നിങ്ങൾക്ക് സ്വന്തമായൊരു വീടുണ്ടോ? ജോലിയുണ്ടോ? ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകുമോ? നിങ്ങളുടെ മക്കളുടെ പ്രായമപ്പോൾ എന്താവും? അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമോ? ഇങ്ങനെ എല്ലാം തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ വിചാരിക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ പറ്റും, ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റും എനിക്ക് എന്നൊരു തൻ്റെ ഇടം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ഒരു 10 അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇതേ തൻ്റെ ഇടം ഉണ്ടാകുമായിരിക്കുമോ? ഇതുപോലെ തന്നെ ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റും എന്ന തൻ്റെ ഇടം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ഉണ്ടാകും. എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ജോലിക്ക് ആളിനെ നിർത്തരുത്, കൂലിക്ക് ആളിനെ വെച്ച് ചെയ്യാൻ എന്ത് കാര്യങ്ങളും, വീട്ടിലെ സാധനം മേടിക്കാനായാലും, നിങ്ങൾ ഹോസ്പിറ്റലിലൊന്ന് അഡ്മിറ്റായാൽ കൂട്ടിരിക്കാനായാലും എല്ലാത്തിനും പൈസ കൊടുത്ത് ആളിനെ ഏർപ്പാടാക്കാൻ തക്ക വരുമാനം അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അവിടെയും ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു പത്രത്തിൽ ഒരു അമ്മയെ കെട്ടിയിട്ടിട്ട് മോഷണം നടത്തിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടാണ്. എന്തെന്ന് പറഞ്ഞാലും അന്യവരെപ്പോഴും അന്യ ആളുകൾ തന്നെയാണ്. നമ്മളാരെയും ഒന്നിനും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കാര്യം സത്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ പിന്നീട് നമുക്കുണ്ടാകുന്ന ഭാവിയെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കുക. നമുക്കിപ്പോൾ ആവതുണ്ട്, എല്ലാത്തിനും പറ്റും. പക്ഷേ പിന്നീട് നമുക്കത് പറ്റുമോ? അപ്പോൾ നമുക്ക് ഈ ഇന്നെടുത്ത തീരുമാനത്തെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ തീരുമാനം എടുത്ത് മോശമായിപ്പോയി, 10 വർഷം പുറകോട്ട് പോകും എന്ന് ചിന്തിച്ചാൽ നടക്കുകയില്ല, അല്ലേ? ചിലപ്പം പല ബന്ധങ്ങളും നമ്മളിൽ നിന്ന് എന്നേക്കുമായി അകന്നു വന്നിരിക്കാം. പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും ചിലപ്പോൾ നേടാൻ പറ്റാത്ത തരത്തിലുള്ള നഷ്ടങ്ങൾ വരെ ജീവിതത്തിലുണ്ടാകും, അല്ലേ? ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പം ചിലരൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു ബന്ധുവിന് ഡിവോഴ്സിന് വേണ്ടിയിട്ട്. അപ്പം ആ കുട്ടി പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ്. പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് പ്രായം കുറവാണ്. മറ്റൊരു വിവാഹത്തിലേക്ക് ശ്രദ്ധ പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുട്ടി പറയുന്നത് കുറേ കാര്യങ്ങൾ ശരിയാണ്. അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ ഓക്കെ. പക്ഷേ ആ കുട്ടിക്ക് ഒരാങ്ങളയുണ്ട്, വിവാഹം കഴിഞ്ഞിട്ടില്ല. ആ ആങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കഥയെല്ലാം വേറെ രീതിയിലേക്ക് മാറി. അന്ന് ആ ഒരു സമയത്ത് പലതും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വീണ്ടും ചിന്തിക്കും. ഇപ്പം ഞാൻ ഒരിക്കലും ആ കുട്ടിയെ കുറ്റം പറയില്ല. കാരണം ആ കുട്ടിയെ ആ വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്രമാത്രമാണ്. ഇപ്പോഴേ തൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന ഉറപ്പോടുകൂടി തനിക്ക് കിട്ടുന്ന ജോലിയുണ്ട്, ആ വരുമാനം മിച്ചം പിടിച്ച് ഒരു വീടോ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് സ്വന്തം കാലിൽ തനിക്ക് നിൽക്കണം എന്ന ചിന്തയോടുകൂടി ഉറപ്പോടുകൂടി ജീവിക്കണം. തൻ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ നാളൂടെ കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നവർ നമ്മളിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ നമുക്കൊരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് അതിനൊരു ആൺകുട്ടി കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാനസികമായി തകർന്നു പോകും. ഇനി എന്തിനു ജീവിക്കണം എന്നൊക്കെ ഉള്ള ചിന്ത വരും. ചിലപ്പം തോന്നും ഈ കുഞ്ഞുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനൊരു അവസ്ഥ വന്നത്, കുഞ്ഞില്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് ജീവിക്കണം, കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാം എന്നൊക്കെ ഉള്ള ചിന്തകൾ മാനസികമായിട്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മൂലം വരും. അപ്പം നമ്മൾ എന്ത് കാര്യവും എടുക്കുക. ഏതായാലും നമ്മുടെ ജീവിതം ഇത്രയും താറുമാറായി എന്ന് വിചാരിക്കാം. ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് അതേ രീതിയിൽ നിന്നുകൊണ്ട്, കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മുടെ വീട്ടുകാരെ ഒരു ജീവിതത്തിലേക്ക് കടത്തി വിടുന്നത്, അല്ലേ?
ആ ജീവിതത്തിൽ അവരൊരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുണ്ടാവാം. അപ്പം മറ്റു പ്രശ്നങ്ങളൊന്നും നമുക്കതിൽ നിന്നില്ല. കുറേ ആളുകളൊക്കെ കൂടി സംസാരിച്ചൊരു പ്രശ്നത്തിന് തീരുമാനമാക്കിയ ശേഷം വേണമെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരാം. പക്ഷേ കണ്ടീഷൻസൊക്കെ വെക്കുക. എനിക്കുള്ളത് എൻ്റെത്. അവിടെ തനിക്കവിടെ വ്യക്തമായ അവകാശവും അധികാരവും ഉണ്ടാവണം. ആ അധികാരവും അവകാശവും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു കാര്യം. അവിടെ നിങ്ങളൊരിക്കലും ഇത് ഭർത്താവിൻ്റെ വീട് അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്കാണ് അവിടെ പ്രാധാന്യം എന്നൊന്നുമില്ല. ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന വ്യക്തിയും മറ്റൊരു വീട്ടിലുള്ള സ്ത്രീയായിരുന്നു അല്ലേ? അവരും ഇപ്രകാരം തന്നെ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവരത്രയധികം സ്വാതന്ത്ര്യവും അവർക്കാണ് അവിടെ അധികാരമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാളെ ആ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ആ സ്റ്റേജിൽ വന്നിരിക്കുന്നു, അവരൊരു മുതിർന്ന സ്ത്രീ, നമ്മളൊരു പരിഗണന കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിന് നേടിയെടുക്കണം. അതിന് എതിരെ ആര് വന്നാലും വിട്ടുകൊടുക്കാൻ പാടില്ല, പിന്മാറാൻ പാടില്ല. കാരണം നമ്മളവിടെ പിന്മാറുമ്പോൾ അവിടെ തോറ്റുപോകുന്നതാണ്. നമ്മൾ ജയിക്കുന്നത് ആ പിന്മാറാനായിട്ട് കുറേ ആളുകൾ ചുറ്റും നിന്നെങ്കിൽ അവരാണ് ജയിക്കുന്നത്. പിന്നീട് അത് അവർക്ക് പരാജയമായി മാറും. ഒരു സമയമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. ഏതായാലും നമ്മുടെ ജീവിതം ഒരു ഡിവോഴ്സിന് ശേഷം ഇങ്ങനെയൊക്കെയായി മാറും എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് നിന്ന് മറ്റവരെ സഹായിക്കാനില്ല, അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അന്ന് നമ്മൾ വാടകയും കൊടുക്കണം, നമ്മൾ ജോലിയും മുഖ്യം പോകണം, കഷ്ടപ്പെടണം. അപ്പോൾ ഇവിടെ ഭർത്താവ് എന്താണ് അടുത്ത കെട്ടി സുഖമായിട്ട് വീണ്ടും ജീവിക്കും. അപ്പം നമ്മുടെ ലൈഫാണ് കൂടുതലും എന്താണ് ഒരു മോശാവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഇപ്പം ദേഹോപദ്രവമോ കൊല്ലാൻ ശ്രമമോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആ വീട്ടിൽ നിന്നും ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അല്ലാതെ ഒഴിഞ്ഞു മാറി കൊടുക്കുക ചെയ്യില്ല. പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറിക്കൊടുത്താൽ കാരണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു സുവർണാവസരം നമ്മളെന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ശരിയല്ലേ? നമ്മൾ വെറും കൈയോടെ വന്നവളാണോ? അല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഇതിനെ റിലേറ്റ് ചെയ്ത് പറയാം. അതായത് പ്രണയിച്ച് വിവാഹം കഴിക്കും. ഇവിടെ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം അവരൊക്കെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, അതായത് വീട്ടുകാർ സമ്മതിക്കില്ല, എന്താണ് പയ്യൻ്റെ കൂടെ ഇറങ്ങി പോരുക. വീട്ടുകാരെ വേണ്ട, എനിക്ക് ഇയാളൊപ്പം ജീവിച്ചാൽ മതി എന്ന് കരുതി വരിക. ചെറുക്കൻ്റെ വീട്ടുകാർ ചിലവെടുത്തു ഒരു വിവാഹമൊക്കെ നടത്തി ജീവിച്ചു. പക്ഷേ നാളെ എപ്പോഴെങ്കിലുമൊക്കെ ഈ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും അവൾക്ക് തോന്നിയിട്ടുണ്ടാവും വേണ്ടിയിരുന്നില്ല. മറ്റൊന്നുമല്ല, ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിരിക്കും നീ വലിഞ്ഞു കയറി വന്നവളാണ് അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ വന്നവളാണ് എന്നൊക്കെ ആരെങ്കിലും വീട്ടുകാരോ ബന്ധുക്കളോ എങ്കിലും പറയും. അത് മാത്രമല്ല, എല്ലാമായിട്ട് വന്നവർക്ക് പോലും പല സമയത്തും പിടിച്ചു നിൽക്കാൻ പല വീടുകളിലും പറ്റില്ല. അപ്പം പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ പലപ്പോഴും എന്തായിരിക്കും? വളരെ മോശമായിരിക്കും അല്ലേ? എപ്പോഴായാലും ആ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ എന്താണ് താൻ വിശ്വസിച്ചോ ഇറങ്ങി വന്ന പുരുഷൻ അവൻ നല്ലവനാണെങ്കിൽ കുഴപ്പമില്ല, അവൻ ഇത്തിരി മോശം സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലോ എവിടോട്ട് പോകും? അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ വല്ല ജോലി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ മാറാം, എന്താ പറയുക, ഉപദ്രവങ്ങൾ സഹിക്കാതെ മാറാം. ഇല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ച് കുട്ടികളും കൂടെ ആയെങ്കിൽ അവരെ പിന്നെ നോക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം അമ്മമാർക്കാണല്ലോ. അവരുടെ കാര്യം നോക്കി ആ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ബന്ധപ്പാട്, വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, ഇത് ഒരുപാട് പേര് ഇതൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യും? ഇറങ്ങി സ്വന്തമായിട്ടെടുത്ത തീരുമാനമല്ലേ, അപ്പോൾ അനുഭവിച്ചല്ലേ മതിയാവും എന്ന് വിഷമിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെയൊക്കെ എനിക്ക് ഏകദേശം അറിയാം. അപ്പം നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതാണ് പറയുന്നത്, കുറേ ആലോചിക്കുക.
നമുക്ക് അപ്പോൾ തോന്നുന്ന ഒരു ദേഷ്യത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ പേരിൽ ഒരു തീരുമാനമെടുത്താൽ പലപ്പോഴും അത് പാളിച്ചകളിലേക്ക് പോകും. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് അവർക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മളുടെ അവസാനം വരെ അങ്ങനെ ആയിരിക്കണം. ഇടയ്ക്ക് വെച്ച് അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഇതെനിക്ക് ഒരാൾ തന്ന ഉപദേശമാണ്. എന്ത് കാര്യം കൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേരെന്താണ് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നത് വെച്ചാൽ നമ്മളൊരിക്കലും വിചാരിക്കുന്നത് പോലല്ല. പ്രേമിച്ച് വിവാഹം കഴിച്ചാലും അല്ലാതെ വിവാഹം കഴിച്ചാലും നമ്മുടെ ജീവിതമാണോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം നമ്മൾ തരണം ചെയ്യുക. ആ തരണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക കാര്യം തന്നെയാണ്. അല്ലാതെ ഒളിച്ചോടുന്നതിലൊരു കോൺഫിഡൻസും കിട്ടില്ല. ഒളിച്ചോട്ടം മാത്രം ഞാൻ നടന്നുകൊണ്ടിരിക്കും. ഓരോ കാര്യം വരുമ്പോഴും ഒളിച്ചോടിക്കൊണ്ടിരിക്കും. അതിൽ നല്ലത് തൻ്റെ ഇടമായിട്ട് ജീവിച്ച് കാണിക്കും. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നീട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ സംസാരിക്കണം അല്ലേ. മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കണം എന്ന രീതിയിലാണ്. എനിക്ക് ആ പയ്യനെ കാണുമ്പോൾ പറയാനുള്ളത് എന്താണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. വെറുതെ എന്തിനാണ് ഒരു വിവാഹം കഴിച്ചത് എന്നായിരിക്കും ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത്. എൻ്റെ ആവശ്യമില്ലായിരുന്നു, അയാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിവാഹത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഓരോരുത്തർക്കും കല്യാണം കഴിച്ചില്ലെങ്കിൽ കൂടി ആ കൊച്ചന് ഇതുവരെ പെണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വിഷമം. കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ നന്നായിട്ട് ജീവിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിന് വെറുതെ പെണ്ണ് കെട്ടണം? ഒരു പെണ്ണിൻ്റെ ജീവിതം കളയുന്നു. പെണ്ണിൻ്റെ മാത്രമല്ല, ആ പെണ്ണിൻ്റെ കുടുംബം അല്ലേ, അച്ഛൻ അമ്മ ബന്ധുക്കൾ, ഇവരെല്ലാം കഷ്ടപ്പെടുത്തുകയല്ലേ. എല്ലാ തരത്തിലും കഷ്ടപ്പാടാണ്. ഒരു വിവാഹ ബന്ധം വേണ്ടാന്ന് പറയും. എത്ര ലക്ഷം രൂപ നഷ്ടമാണ്. ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ? ശരിയല്ലേ?